ഹലോ. അരുണ് വെക്കേഷനായിട്ട് നീന്തൽ പഠിക്കാൻ പോകുന്നുണ്ട്. നീന്തൽ പഠിക്കാൻ പോയിട്ട് ചെവിയിലൊക്കെ വെള്ളം കയറിയിട്ട് ചെവി വേദനയായി. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ചു. അപ്പോൾ എന്തായാലും ക്യാപ്പ് മേടിക്കാമെന്നും പറഞ്ഞിട്ട് ഡിക്കാത്തലോണിൽ പോയി. അവനിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കറങ്ങി നടക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അവിടെ ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചെറിയ കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ടായിരുന്നു. അരുണ് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ബോട്ടിലും വാങ്ങിച്ചു. അവൻ ക്യാപ്പൊക്കെ വെച്ച് നോക്കി. അങ്ങനെ ക്യാപ്പ് എടുത്തു. ഇവിടുത്തെ ബില്ലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്വന്തമായിട്ട് ബില്ല് ചെയ്യാം. ജിപേ ആണെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ബില്ല് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു നല്ല അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ രണ്ടാളും കൂടി അവിടുന്ന് പോന്നു. അവിടെ പുറത്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുമ്മാ പന്തൊക്കെ തട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ കണ്ട് അങ്ങനെ പോന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് പിന്നെ ഒല്ലൂർ എസ്റ്റേറ്റ് KCBയുടെ ഓപ്പോസിറ്റ് പുതിയൊരു ദർബാർ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് കോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി. അവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള സ്പേസും അതുപോലെ സീറ്റിങ്ങും ചെയറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അറുന്നൂനൊരു ചിക്കൻ സാൻഡ്വിച്ചും എനിക്കൊരു കാടമുട്ടയുടെ ഒരു ഐറ്റം മേടിച്ചു. ചുമ്മാ ഒന്നുമില്ല, ഇങ്ങനെ എന്താ പറയുക, മസാലയൊക്കെ പറ്റിയിട്ടുള്ള കാടമുട്ട, അത്രേ ഉള്ളൂ. അറുന്നു ഒരു ലൈമും കഴിച്ചു, ഞാനും ഓരോ ലൈമും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിക്ക് മുന്നിൽ നോക്കിയപ്പോൾ പാമ്പാടി രാജൻ്റെ വണ്ടിയുണ്ട്. അപ്പം നോക്കിയപ്പോൾ പാമ്പാടി രാജനുണ്ട്. അങ്ങനെ വണ്ടിയിൽ പോന്നു. അപ്പോൾ ചുമ്മാ അങ്ങനെ വീഡിയോ എടുത്തു. ബാക്ക് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ, ഫ്രണ്ട് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അപ്പോഴത്തേനും റൈറ്റ് തിരിഞ്ഞ് പോയി. അവരങ്ങനെ നേരെയും പോയി. അതുകൊണ്ട് പിന്നെ കൂടുതൽ ഞാൻ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു അമ്മ വേഗം പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ പതുക്കെ പോയുള്ളൂ.